ഒറ്റയ്ക്കാണോ? ഞാൻ കൊണ്ടാക്കണോ? പറഞ്ഞോളൂ. കീ ബാറ്ററിയുടെ പ്രശ്നമാണെങ്കിൽ നിങ്ങളല്ലേ ചെക്ക് ചെയ്യേണ്ടത്? 2 ആഴ്ച മുന്നേ ഞാൻ സർവീസിന് തന്നല്ലേ ഉള്ളൂ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ ഞാൻ റോഡിൽ കിടക്കണോ? ഞാനിവിടെ ബസ് സ്റ്റാൻഡിന് മുമ്പിലാ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് വേഗം എന്നെ അറിയിക്കും. ചേട്ടാ ചേട്ടാ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ആ ഫോണൊന്നും തരുമോ? ഫോണൊന്നും തരാൻ പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? Key not detected. കൊള്ളാലോ. ഹലോ ഹലോ താങ്ക്സ് ചേട്ടാ. ഹലോ, ഒരു ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാ എന്റെ ഫോൺ തല്ലി പിടിക്കല്ലേ? അതിന് വന്നേ. കുട്ടി കരയല്ലേ? അതെ, അല്ല ഫോൺ പതുക്കെ തന്നാ മതി, കുഴപ്പമില്ല. കുട്ടി കരയാതെ. അനിലേ സാർ, കരയണ്ട, ഫോൺ പതുക്കെ മതി. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാറേ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ വഴക്കുമായോ? അയ്യോ, ഞങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഈ കുട്ടിയെ ഇപ്പം കണ്ടതേ ഉള്ളൂ. ഇയാളെന്തിനാ ഈ കുട്ടിയെ കരയിപ്പിച്ച്? ഞാൻ കരയിച്ചിട്ടൊന്നുമില്ല സാറേ. എൻ്റെ അടുത്ത് കോൾ ചെയ്യാൻ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു, ഞാൻ ഫോൺ കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലേ? ആണാ മോളെ? അത്രേ ഉള്ളോ? ഇയാൾ വല്ല ഇടങ്ങേറും കാണിച്ചോ? അതെ സാറേ, വേണ്ട അതിനും പറയല്ലോ. SP രാജ്കുമാർ സാറ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. ആര്? SP രാജ്കുമാർ. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ സാറിൻ്റെ ഫ്രണ്ട് ആരാണെന്ന്. എല്ലാ കാശുകാരന്മാർക്കും ഒരു ധാരണയുണ്ട്. ഏതെങ്കിലും ഒരു SP-യുടെ പേര് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അങ്ങ് പേടിച്ചു പോകും. ആ ഗണത്തിൽപ്പെട്ട ആളല്ല ഈ SI മധുബാബു. മനസ്സിലായ? സാർ, ആ കാറും കോട്ടും കണ്ടോ? വലിയ പുള്ളി എന്നാ തോന്നുന്നത്. അയ്യപ്പനും കോശിയും പോലെ ആവാതെ സൂക്ഷിക്കണം. സൂക്ഷിക്കാല്ലേ? ആ, സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ. മോളെ, മോളുടെ പ്രശ്നം പറ. ഈ അങ്കിളിനോട് പറ. കുഴപ്പമില്ല സാർ. അല്ല അങ്കിള്, ഈ ചേട്ടൻ എനിക്ക് ഫോൺ ഹെൽപ്പ് ചെയ്താ. ആ കണ്ടോ സാറേ? പിന്നെന്തിനാണ് മോള് കരഞ്ഞത്? ഇന്നെ കല്യാണം നടക്കേണ്ടായിരുന്നു, പക്ഷെ ചെക്കൻ വന്നില്ല. ഇവിടെ തിരുവനന്തപുരത്തുണ്ട് ആള്. അവനെന്തോ പ്രശ്നപ്പെട്ടിരിക്കാന്ന് എനിക്കറിയാം. അല്ലാതെ സിജൻ എന്നോട് ഇങ്ങനെ ചെയ്യൊന്നുമില്ല. ഓള്
അച്ചോട് മാത്രം എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയണ്ടേ. എനിക്ക് അവനെ കണ്ടുപിടിക്കണം. ചേടാ ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. എൻ്റെ മൂഡ് പോയി സാറേ. എൻ്റെ മൂഡ് പോയി. മൂട് പോയെന്നോ? മോളെ അച്ഛൻ്റെയോ വീട്ടുകാരുടെയോ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടോ? അങ്കിൾ ഒന്ന് വിളിക്കട്ടെ. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്നേ. മോളൊരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും. പോലീസ് പരാതിപ്പെടാണെങ്കിൽ അവിടുന്ന് പരാതിപ്പെട്ട് വന്നാൽ പോരെ, ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? ശരിയാ, കറക്റ്റ്. എന്ത് കറക്റ്റ്? മോള് പറ. സിനെ ഞാൻ കണ്ടുപിടിച്ചോളാം അങ്കിള്. മോളെ മോള് തൽക്കാലം തിരിച്ചു പോകുന്നതല്ലേ മോക്ക് നല്ലത്. എൻ്റെ കയ്യിൽ സിജി താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അഡ്രസ്സൊക്കെ ഉണ്ട്. അവിടെ ഒരു അന്വേഷിച്ചിട്ട് ഞാൻ തിരിച്ചു നോക്കോളാം. സിനെ ചതിക്കൊന്നുമില്ല, അതെനിക്ക് ഉറപ്പാ. എനിക്ക് ഉറപ്പാ സാറേ. ഉറപ്പാ. സാറേ ആ സാർ. ഇല്ല സാർ. സാർ ഉടൻ കണ്ടുപിടിക്കാം സാർ. ഉറപ്പ് സാർ, ഉറപ്പ് സാർ. വലവീശി കഴിഞ്ഞു. പിടി അങ്ങോട്ട്. എന്റെ പൊന്നു മോളെ MLA-യുടെ അനിയന്റെ മോളെ കാണാനില്ല. ആ കൊച്ചിന് 17 വയസ്സേ ഉള്ളൂ. നാളെ 18 വയസ്സാവും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ നാളെ. അതൊരു പാവം കുട്ടിയാണ്. മോളൊരു കാര്യം ചെയ്യ്, തൽക്കാലം പോലീസ് സ്റ്റേഷനിൽ പോയിര്. തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. ആളെ കണ്ടുപിടിക്കാം. മോള് പേടിക്കണ്ട. ഇപ്പൊ അങ്കിളിന് ഇങ്ങനെ ഒരു അർജന്റ് കേസില്ലായിരുന്നെങ്കിൽ അങ്കിള് തന്നെ കണ്ടുപിടിച്ചേനെ. സാറേ, സാറൊരു ഉപകാരം ചെയ്യാവോ? ഈ കുട്ടിയെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ആക്കി കൊടുക്കണം. അല്ലേ? വാ സാർ. കാണാം. നോർത്തിൽ വല വീശിയായിരുന്നോ? അയ്യോ ഇല്ല സാർ. വീശണം. വീശാം. ചേട്ടാ താങ്ക്സ്. ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എൻ്റെ ഈ അഡ്രസ്സിലേക്ക് ഒന്ന് കൊണ്ടുവിടുമോ? ഇവിടെയുള്ള വേറെ ആരൊന്നും ഓക്കെ ആയിട്ടൊന്നും തോന്നുന്നില്ല. ഞാനൊരു ഊബർ ബുക്ക് ചെയ്ത് തരാം. സ്റ്റേഷനോട് അടുത്താ, അങ്ങോട്ട് പോയാൽ മതി. അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഹലോ, പറയടാ. എടാ സിദ്ധു, നീ കൊടുത്ത പ്രൊപ്പോസലല്ലേ അത് അപ്രൂവൽ ആയി. സംഗതി കൺഫേം. എപ്പോ? ഞാനിപ്പോ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതുള്ളൂ. നീ മെയിൽ ഒന്ന് ചെക്ക്. വാവ്, താങ്ക് ഗോഡ്. അളിയ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. ചെലവുണ്ട്. അതൊക്കെ തരാം. ഇത് കഴിയട്ടെ. ഓക്കെ. ഓക്കേടാ. താങ്ക്സ് ഡാ. ശരി എന്നാ. ചേട്ടൻ വല്ല കല്യാണത്തിന് പോയിട്ട് വന്നാണോ? ഈ കോട്ട് കണ്ടിട്ട് ചോദിച്ചാണോ? ഞാനൊരു മീറ്റിംഗ് ആയിട്ട് വരാം. അല്ല, ഈ ആള് താമസിക്കുന്ന സ്ഥലം എവിടാന്നറിയോ? ഫ്ലാറ്റിന് അഡ്രസ് ഉണ്ടായിരുന്നു ഫോണില്. ഫോണൊന്നും ഓണായിക്കോട്ടെ കേട്ടാ. ഇതേട്ടാ ഫ്ലാറ്റിന് അഡ്രസ്. ഇത് 10-15 കിലോമീറ്റർ ഉണ്ടല്ലോ. സമയം എടുക്കും. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓഫ് ചെയ്ത് വെച്ചോ, ഇതിലിട്ടോളൂ. താങ്ക്സ്. ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നോളാം. എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ തിരിച്ചെത്തിക്കോളാം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയൊന്നുമല്ല. എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എത്തിക്കോളാന്ന്. നിങ്ങൾ വിളിച്ചോണ്ടിരുന്ന ഒരു കാര്യമില്ല. ഞാൻ വന്നോളാം. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ലെഫ്റ്റ് കൂടോ?
ഹലോ, ഞാൻ വിളിക്കാം. അതെ, ഇതെൻ്റെ സ്ഥലമാണ്, എൻ്റെ നാട്. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു കേട്ടാ, സോറി. മാപ്പ് ഡയറക്ഷൻ കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. തിരുവനന്തപുരത്ത് എവിടെ എങ്ങനെയൊക്കെ പോകണമെന്ന് ഗൂഗിൾ ആൻഡേക്ക് നന്നായിട്ട് എനിക്കറിയാം. മനസ്സിലായോ? ചേട്ടനറിയാലോ എൻ്റെ ഒരു സിറ്റുവേഷൻ. ഞാൻ അത് ടെൻഷനിൽ പറഞ്ഞു പോയതാട്ടാ, സോറി. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ചേട്ടനിപ്പോൾ ഞാൻ ഒരു ഇറിറ്റേഷൻ പോലെ ആയല്ലേ. 3 വർഷത്തെ പ്രേമമായിട്ടാ ഞാനും അവനായിട്ട്. അവനാ മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടാനുള്ള. ചേട്ടന് മനസ്സിലാവില്ല എൻ്റെ അവസ്ഥ. സോറി ഏട്ടാ. ഓക്കെ. അതെ, ഞാൻ അവിടെ കൊണ്ട് വിടത്തേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളതാ. ഈ രാത്രിയില്ല, അല്ല അവിടെ കൊണ്ടുവിട്ടാൽ മതി. അത് തന്നെ വലിയ കാര്യം. താൻ വീട്ടുകാരറിയാതെ ഒളിച്ചോടി വന്നാണോ? അല്ല, ചോദിച്ചതേ ഉള്ളൂ. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്ന്. ഇക്കാലത്തെ പിള്ളേരുടെ കാര്യമാണേ, ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. ചേട്ടൻ മറ്റേ അമ്മ ഉണ്ടായി പോണോ? അല്ല, ഈ കാലത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചു. എന്തോ ഒന്ന് വേണ്ടി സൈഡേക്കോ കേട്ടത്. എന്താ മോളെ കുഴപ്പം? കുഴപ്പമില്ല. സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ട് എനിക്ക് പ്രശ്നമുണ്ട്. വേറൊരാൾ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഛർദ്ദൽ വരും. ചേട്ടന് ചെറുതിലുണ്ടപ്പം എൻ്റെത് പോയി. ആണോ? ആ, ചിലർക്ക് അങ്ങനെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഞാൻ ഓക്കെ. പോ. ഹലോ, എന്തു പറ്റി? ഒന്നുമില്ല. ഓക്കെ അല്ലേ? അയ്യോ, പ്രശ്നമുള്ളോ? എന്തു പറ്റേട്ടാ? അല്ല, പോലീസ്. അതിന് ഞാനേ 2 അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഛർദ്ദിച്ചു കളഞ്ഞില്ലേ? എന്നാലും സ്മെല്ലേ. നോക്കാം, വണ്ടി എടുക്കും. ഉറപ്പാണോ? ആ,
ആഹാ, കല്യാണ പാർട്ടിയെ കഴിഞ്ഞ് വരുവാണല്ലേ? ചേട്ടൻ അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. എക്സ്പ്രഷൻ കണ്ടാ അറിയാലോ. അല്ല, ഞങ്ങളുടെ അടുത്തൊരു സ്ഥലം വരെ പോയിരുന്നു, അതാ. പിന്നെ ഊതി വെച്ച് പോവാം നമുക്ക്. സാർ ഇത് SP രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാ. സാർ, ആ വണ്ടിയിലിരിക്കുന്ന രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാണ്. അത് വേണ്ടെന്തെന്ന് വെച്ച് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നോക്കി വിടും. ഹലോ സിദ്ധു, എവിടെയാടാ? ഐശു, ചെന്നൈ എത്തിയോ? ഇതുവരെ ബോർഡ് ചെയ്തിട്ടില്ല. ഫ്ലൈറ്റ് ഡിലേ. ഓ, എവിടെയാ ഇപ്പോ? ഞാൻ ഡ്രൈവ് ചെയ്യടാ, തിരിച്ചു വിളിക്കാം. അതെന്താ ഡ്രൈവ് ചെയ്യുമ്പോ എന്നോട് സംസാരിച്ചാ? ഒന്ന് എത്തിക്കോട്ടോ, വിളിക്കാം. അതല്ലല്ലോ, ആരെങ്കിലും ഉണ്ടോ കൂടെ? എന്റെ കൂടെ വേറെ ആരാ? പിന്നെന്തോ ശബ്ദത്തിനൊരു മാറ്റം. എന്റെ ശബ്ദത്തിനോ? ആ, മാറ്റമൊന്നുമില്ലല്ലോ. ഓക്കെ. ഒരു 5 മിനിറ്റ്സ് തിരിച്ചു വിളിക്കോ? ഒരു 15 minutes. ഷുവർ? യാ ഷുവർ. വെക്കട്ടാ? വെക്കില്ല. സിദ്ധു, യു നോ സംതിങ്? ഐ റിയലി മിസ് യു. ഐ മിസ് യു ടു. ബൈ. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? കുറച്ചൊക്കെ. വൈഫായിരിക്കും അല്ലേ? അല്ല, ഗേൾഫ്രണ്ടാ. അപ്പൊ വൈഫോ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കല്യാണം കഴിക്കാത്തെ? ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡാ. അതിന് ആദ്യം നമ്മൾ ഒരാളെ കണ്ടെത്തണം. അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയം ഇച്ചിരി കൂടിപ്പോയി. ബട്ട് ഷീസ് ഓക്കെ വിത്ത് ഇറ്റ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കല്യാണം കഴിക്കാൻ ഇത്രയൊക്കെ ആലോചിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടാ. ഞാൻ സിജിനോട് കല്യാണക്കാരൻ പറഞ്ഞേ ഉള്ളൂ, അവർ റെഡിയായിരുന്നു. എന്നിട്ട് ഇപ്പം ഇങ്ങനായി. ഐ എം സോറി, ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, വിഷമിക്കണ്ട. ചേട്ടൻ പറഞ്ഞാൽ ശരിയാ. ഒരാളെ മനസ്സിലാക്കാനേ 3 വർഷമൊന്നും പോരാ, കുറേ കാലം വേണം. എന്നാലും സിജിൻ എന്തായിരിക്കും എന്നോട് പറയാതെ പോയേ? ചേട്ടനാണെങ്കിൽ അങ്ങനെ പോവോ? എനിക്കങ്ങനെ പറ്റില്ല. എന്തായാലും പോകാൻ പറ്റില്ല. ഇല്ല. ഇയാളിങ്ങനെ ഒരുപാട് ആലോചിച്ചിരിക്കൊന്നും വേണ്ട. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? കേട്ടില്ല, ഞങ്ങളങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല, പക്ഷെ ഒരു കണക്റ്റ് ഉണ്ട്. ഷീസ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. നല്ല രസമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അടിപൊളി, എനിക്കിഷ്ടായി. കണ്ടാൽ ബാച്ചലറാന്ന് തോന്നില്ല അല്ലേ? ഇല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. ആണല്ലേ? പക്ഷെ ഈ സാട്ട പേപ്പറിൽ കൊള്ളാം. ആണോ? ആണല്ലേ? പക്ഷെ ഇത്ര മതി, കൂട്ടണ്ട. ഇല്ലല്ല. ആക്ച്വലി ഞാൻ ചേട്ടനെ ഫസ്റ്റ് കണ്ടപ്പോൾ സംശയിച്ചു. എന്ത് സംശയം? ചേട്ടാ വിളിക്കണോ അങ്കിളെ വിളിക്കണോ? ഇപ്പം ഞാൻ റീൽ കണ്ടിട്ടുണ്ട്, ചിലർക്കൊന്നും അങ്കിളെ വിളിക്കുന്ന ഇഷ്ടമല്ലാന്ന്. അതുകൊണ്ട് ചേട്ടാ വിളിച്ചേ. സോറി കേട്ടോ. അത് സാരമില്ല, റീല് കണ്ടത് നന്നായി. ചേട്ടാന്ന് വിളിച്ചാൽ മതി. ഡോ, താൻ കരയാണോ? അയ്യേ, എന്തിനാ കരയുന്നേ? നമ്മള് ഇപ്പൊ എത്തുമല്ലോ, പിന്നെന്താ?
ഐശ്വര്യ വിശന്നാ താൻ കരയോ അല്ലേ? ചിലപ്പോഴൊക്കെ. ആ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇതെങ്ങനെ കരയുമ്പോ തുടയ്ക്കാനാണോ ഈ സാധനം അങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നത്? ഫാഷനാ ചേട്ടാ. ഓ, കസ്റ്റം മെയ്ഡാ. എങ്ങനെയുണ്ട്? അത്ര പോരാ. ഇയാളുടെ കരച്ചിൽ കാണാൻ ഒരു ഭംഗിയുണ്ട് കേട്ടോ. അതെല്ലേ, സുജിനോട് പറയായിരുന്നു എന്നെ കരച്ചിലുള്ള ഭംഗിയാന്ന്. കണ്ട എങ്ങനെയുണ്ട്? ഇനി ഞാൻ കരയുന്നാണെന്നോ? സുജിൻ ഒളിച്ചൂടി പോയേ? അതിനോട് ചോടുന്ന എന്തിനാ? കല്യാണം കഴിച്ചാ പോരെ? ഇനിയിപ്പോ എത്തുമല്ലോ, എല്ലാം നേരിട്ട് ചോദിക്കാം. എത്താറായി. Head north on lane C, then turn left. ഇവിടെ എവിടെയാണെന്നാ തോന്നുന്നത്. ഇറങ്ങുന്നില്ലേ? എനിക്ക് വേണ്ട. ടെൻഷൻ വരുമ്പോഴേ ചോക്ലേറ്റ് കഴിക്കുന്ന നല്ല ടെൻഷൻ കുറയും. ചിരിതൂകുന്നൊരു ചോക്ലേറ്റ് മധുരമിവൾ, ചില നേരം തലമേൽ വീഴും ഹാമർ പോലെ ഇവൾ. പല വരി ഇങ്ങനെ മാറി മറിഞ്ഞൊരു ചോദ്യ പേപ്പർ നീ, ഉടനടി മറുപടി അറിയില്ലാത്തൊരു റോളർ കോസ്റ്റർ പോലെ ഇവൾ. സുജിൻ എന്നെ കാണുമ്പോ കുറച്ചും കൂടി ഭംഗിയായിരുന്നോട്ടെന്ന് വെച്ചിട്ടാ. നല്ലതാ. അതിലുണ്ടോ? ശരിയേട്ടാ, ചേട്ടനെന്നാ പൊക്കോ. താങ്ക്സ്. താൻ ആദ്യം പോയി നോക്കിയിട്ട് വാ.
ഡോ ഓൾ ദി ബെസ്റ്റ് താങ്ക്സ് ബാഗ് ഇവിടെ വെക്കണ്ടേ ആ